ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നൊരു വ്ളോഗ് എടുക്കാനുള്ളൊരു മൂഡിലാണ് കേട്ടോ. പക്ഷേ രാവിലെ തന്നെ കിളി പോയ മൂഡാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും. രാവിലെ ഞാൻ ചായയൊക്കെ നിർത്തിയതായിരുന്നു. പക്ഷെ അച്ഛനും അമ്മയും പോയതിന് ശേഷം എല്ലാം രണ്ടാമത് തുടങ്ങിയതേ. ഫ്രിഡ്ജൊക്കെ ഇരിക്കുന്നുണ്ടോ എൻ്റെ ദൈവമേ, എവിടെയാണ് എന്താണ് ഒന്നും ഐഡിയ ഇല്ല കേട്ടോ. അവർ പോയതിന് ശേഷം ഞാൻ ഒരു സാധനം ക്ലീൻ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ്. ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചെയ്ത് തുടങ്ങണം. പക്ഷെ ആ ഒരു ഇതിലേക്കൊരു ട്രാക്കിലേക്ക് അങ്ങോട്ട് വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഏറ്റവും കൂടുതൽ രാവിലെ മിസ് ചെയ്യുന്നത് ഈ ഒരു ഒറ്റ കാര്യമാണ് കേട്ടോ. അച്ഛനുണ്ടെങ്കിൽ രാവിലെ ഞാൻ എണീറ്റ് വരുമ്പോഴേക്കും ഒരു ഗ്ലാസ് ചായ ഇങ്ങനെ എടുക്കും. നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം എന്താ? എനിക്ക് ലൈഫിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം രാവിലെ ഞാൻ എണീറ്റ് വരുമ്പോൾ ഒരു ഗ്ലാസ് ചായയുമായി ആരെങ്കിലും എനിക്കിങ്ങനെ കൊണ്ടുവന്ന് തരുന്നത്. ആഹാ, സ്വർഗ്ഗമാണ് സ്വർഗ്ഗം മക്കളെ. അതെന്തായാലും ഇപ്പോൾ നടക്കാറില്ല എന്നുള്ളത് കൊണ്ട് രാവിലെ കുറച്ച് നേരത്തെ രംശേട്ടനാണെന്നുണ്ടെങ്കിൽ പിന്നെ മുട്ടയാണല്ലോ മെയിൻ. മുട്ട പുഴുങ്ങൽ തന്നെയാണ് മെയിൻ പരിപാടി. ജിമ്മ് മുട്ട ഇത് തന്നെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സ്കൂളും ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എന്തായാലും ആസ് യൂഷ്വൽ എൻ്റെ ചപ്പാത്തി പരിപാടിയിലേക്ക് ഒരു അബദ്ധം പറ്റിയതാണ് ഈ കാണിക്കുന്നത് കേട്ടോ. ബാക്കറിയാണ് രാത്രി ഉണ്ടാക്കുക, രാവിലെ ചപ്പാത്തി. അപ്പോൾ ബാക്കറി പൊടിയും ചപ്പാത്തിയും കൂടെ മിക്സ് ചെയ്തു. എന്ത് ബോധത്തിലാണ് ഇട്ടതെന്ന് അറിയില്ല. രണ്ടും കൂടെ അത് 2 കിലോ 1 കിലോ ആയിട്ടാണ് വാങ്ങിയത്. അപ്പോൾ 1 കിലോ കൂടെ മിക്സ് ചെയ്തിട്ടു. അപ്പോൾ അത് പിന്നെ ഉണ്ടാക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയൊക്കെയോ ഉണ്ടാക്കുകയാണ്. ചായ ഉണ്ടാക്കി വെച്ചപ്പോഴാണ് ഒരു കാര്യം മറന്നത്, പല്ല് തേക്കാൻ മറന്നു കേട്ടോ. ഇപ്പോൾ പുതിയ ബ്രഷൊക്കെയാണ് കേട്ടോ, അകാരൻ്റെ കോസ്മിക് ഓസിലേറ്റിംഗ് ടൂത്ത് ബ്രഷ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിതേ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പറയാം. രാവിലെ ചായ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ, പക്ഷേ നല്ല സുഖമായി ഇരുന്ന് കുടിക്കാനുള്ള സമയമൊന്നുമില്ല. 7:30 ആകുമ്പോഴേക്കും 2 പേർക്കും പോകണം. അതുകൊണ്ട് എന്താ പറയുക, ചായ ഇങ്ങനെ ഒരു സിപ്പ് കുടിക്കും, ചപ്പാത്തിയുടെ പണി നോക്കും, അടുത്ത സിപ്പ് കുടിക്കും, ചപ്പാത്തിയുടെ പണി നോക്കും. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ അച്ഛനുള്ള സമയത്ത് ഇങ്ങനെ രാവിലെ ചായ കുടിച്ചിങ്ങനെ മെല്ലെ ചായയൊക്കെ കുടിച്ചിങ്ങനെ ആസ്വദിച്ച്, കല്യാണത്തിന് മുന്നേ ഞാൻ അങ്ങനെയായിരുന്നു, ഇങ്ങനെ ആസ്വദിച്ച് ചായയൊക്കെ കുടിച്ച്. പിന്നെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ജോലിക്കൊക്കെ പോയി തുടങ്ങിയപ്പോഴാണ് ഈ ആസ്വദിച്ച് കുടിക്കാൻ തന്ന ട്രെയിന് പോകുമെന്നുള്ള കാര്യം മനസ്സിലായിട്ട് പിന്നെ ആ ഒരു ശീലം അങ്ങനെ മാറി കേട്ടോ. ഞാൻ ഭയങ്കര സ്ലോ ആയിരുന്ന ഒരാളായിരുന്നു. ഭയങ്കര സ്ലോ എന്ന് പറഞ്ഞാൽ കുളിക്കാൻ 1 മണിക്കൂർ, രാവിലെ മെല്ലെ എണീറ്റ് 1 മണിക്കൂർ ചായ കുടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരാളായിരുന്ന ഞാൻ എനിക്ക് 2 മിനിറ്റ് പോലും വേണ്ട ഇപ്പോഴും ചായ കുടിക്കാൻ, വേണമെങ്കിൽ 2 മിനിറ്റിൽ കുളിക്കും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള മെയിൻ കാരണം ജോലി കിട്ടിയതിന് ശേഷമാണ്. കല്യാണമല്ല, ജോലി കിട്ടിയപ്പോൾ പിന്നെ ഈ പരിപാടികളൊന്നും നടക്കില്ല. അത് മുംബൈയിലെ ലോക്കൽ ട്രെയിനിലെ ജോലി നിങ്ങൾക്ക് ഏകദേശം അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ഗ്രാജുവലി മാറിയതാണ് കേട്ടോ. ഇപ്പോൾ മിത്തുമാണ് അതുപോലെ ടൈം എടുക്കണം, ഭയങ്കര സമയം എടുത്തിട്ടാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഇരിക്കും, ഓക്കെ സാരില്ല, എല്ലാം ജോലി കിട്ടുമ്പോൾ മാറിക്കോളും എന്നുള്ളത്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു പൊട്ടറ്റോ കറി, ഒരു ചിക്കൻ കറിയുടെ ടേസ്റ്റിലുള്ള പൊട്ടറ്റോ കറി. ഇത് വളരെ ഈസിയാണ്. എനിക്കൊരു ചെറിയ മടി ലോസിങ് ഉണ്ടാക്കും, ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, തക്കാളി, പിന്നെ മല്ലിയൊക്കെ ഇട്ടിട്ട് വഴറ്റിയിട്ട് പിന്നെ പൊട്ടറ്റോ ഇട്ടിട്ട് നന്നായി വഴറ്റി. നമ്മൾ സാധാരണ കുക്കറിൽ അങ്ങനെ വെള്ളം ഒഴിച്ച് വേവിക്കില്ല, അതിന് പകരം കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചോളൂ. എൻ്റെ കയ്യിൽ എന്താ വെച്ചാൽ ഒരു ഓൾറെഡി യൂസ് ചെയ്ത തേങ്ങാപ്പാലിൻ്റെ ഒരു ഇത്തിരി ബാക്കി ഉണ്ടായിരുന്നു. അത് ചിലവായില്ലെങ്കിൽ അത് എക്സ്പയർ കഴിഞ്ഞു പോകുന്നുള്ള രീതിയിലാണ് ഞാൻ ഒഴിച്ചത്. പക്ഷേ നല്ല ടേസ്റ്റ് കേട്ടോ. അങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒരു 3-4 വിസിൽ വരുത്തി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ചെയ്യാം. രംശേട്ടനാണെന്നുണ്ടെങ്കിൽ ഓഫീസിൽ ഭയങ്കര തണുപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വെറ്ററൊക്കെ ഇട്ട്, ചെറുതായിട്ട് ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പനി ഒക്കെ വരാനുള്ള പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വെറ്ററൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോണത്. രാവിലെ ചെറിയൊരു മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ തകൃതിയായ ചപ്പാത്തി ഉണ്ടാക്കൽ പരിപാടിയിലാണ്. രാവിലെ എനിക്ക് സത്യം പറഞ്ഞാൽ ആകെ കൂടൊരു ജഗപൊകയാണ്. ഇന്നാണെങ്കിൽ പഴമില്ല ഷോർട്ട് ബ്രേക്കിന് വെക്കാൻ. അപ്പോൾ സാൻഡ്വിച്ചാണ് കേട്ടോ മിത്തുകുട്ടിക്ക് ഷോർട്ട് ബ്രേക്കിന് വെച്ച് കൊടുക്കുന്നത്. സാധാരണ എപ്പോഴും ഷോർട്ട് ബ്രേക്കിന് ഒരു ഫ്രൂട്ടാവും, അധികം നേന്ത്രപ്പഴം ഇങ്ങനെ നെയ്യിൽ വറുത്തതായിരിക്കും ഞാൻ വെക്കുക. പിന്നെ ആപ്പിൾ, ബാക്കിയുള്ള ഫ്രൂട്ട്സ് ഒന്നും അങ്ങനെ കഴിക്കില്ല കേട്ടോ. പിന്നെ ചപ്പാത്തി ഇതേ നമ്മുടെ അടിപൊളി ഈ ഒരു കറിയും. ഇവിടെ ഞാൻ വിചാരിക്കും ഏറ്റവും എളുപ്പമുള്ള പരിപാടി എന്ന് പറയുന്നത് റൈസാണ്. കാരണം റൈസ് ഭയങ്കര സുഖമാണ്, തട്ടിക്കൂട്ടി നമുക്ക് ഉണ്ടാക്കാം. പിന്നെ നമ്മൾ സ്ഥിരം ഉണ്ടാക്കണം, ചോറും കൂട്ടാനല്ല ഞാൻ പറയണ ഓരോരോ റൈസുകളായിട്ട്. പക്ഷേ ഇവർക്ക് 2 പേർക്കും ചപ്പാത്തി ബാജിയാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ എനിക്ക് ഉച്ചയ്ക്ക് അതാവുമ്പോൾ അതോടുകൂടി പരിപാടി കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും ചപ്പാത്തി ഉണ്ടാക്കണം. കുറച്ച് രാവിലെ ഒരു ഹെക്ടിക് ആണെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഉച്ചയാകുമ്പോഴേക്കും എനിക്ക് ഫ്രീ ആണല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ പിന്നെ അതങ്ങോട്ട് ഉണ്ടാക്കും. ചില ദിവസം മടി പിടിച്ചാൽ പിന്നെ പുലാവോ അങ്ങനെ എന്തെങ്കിലും, പക്ഷേ അതെനിക്ക് ഇഷ്ടമല്ല വലിയ കഴിക്കാനൊന്നും. ചോറും കൂട്ടാനും ഉപ്പേരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ. അങ്ങനെ 2 പേരും ദേ അതിർത്തി പിടിച്ച് നടക്കുകയാണ്, ബൈ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഇന്ന് ഫോൺ എടുത്തോന്ന് ചോദിച്ചാലാണ് ഫോൺ രംശേട്ടൻ എടുക്കുള്ളത്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു കേട്ടോ. മിത്തുക്കുട്ടി എങ്ങനെയായാലും ഒരു ഉമ്മ തന്നിട്ടേ പോകുള്ളൂ കേട്ടോ. അത് മറക്കുകയാണെങ്കിൽ ഓടി വന്ന് ബായ് എന്ന് പറഞ്ഞൊരു ഉമ്മ തരും. അതൊരു പ്രത്യേകതരം സന്തോഷമാണല്ലേ. അങ്ങനെ എല്ലാവരും പറഞ്ഞു വെച്ചതേ ഞാനിപ്പോഴാണെന്ന് ശ്വാസം വിടുന്നത് കേട്ടോ. രാവിലെ അറിയാലോ, രാവിലത്തെ ആ ഒരു ഹറിബറി എന്ന് പറഞ്ഞാൽ അതും ചില ദിവസം ഇതുപോലെ ഇങ്ങനെ കിളി പോയ ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്ന് കിടന്നാൽ മതി എന്നാവും കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ഇനി ഇതാ ഒരു ലോഡ് മടക്കി വയ്ക്കാനുണ്ട്.
കണ്ടാ അയ്യോ എനിക്ക് മടിയായിട്ട് വയ്യാതൊക്കെ ആലോചിക്കുമ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ ആദ്യത്തെ പരിപാടി ജിമ്മ് പോലാണ്. സോ കുറച്ച് ദിവസമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അച്ഛനമ്മയും പോയതിന് ശേഷം ഫുഡൊക്കെ കണക്കാണ്, പറ്റാവുന്ന ദിവസമൊക്കെ കൺട്രോളുള്ളൂ. എന്നാൽ വേണ്ടില്ലത് ജിമ്മിലെങ്കിലും പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഡെയിലി അത് മുടക്കാറില്ല. കാരണം അതൊരു നമ്മുടെ ഒരു എനർജിയാണ്, ഒരു പവറാണ്, ഒരു ഫുൾ ഡേക്കുള്ളൊരു സംഭവം. അതിന് മുന്നേ ഒരു സംഭവം കാണിച്ചു തരാം. ഞാൻ പല്ല് തേച്ചിട്ട് ഇവിടെ വെച്ചിരിക്കുകയായിരുന്നു, അതെടുത്തിട്ട് ഇനി ഉള്ളിൽ കൊണ്ടുപോയി വെക്കണം. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മുടെ അഗാരോൻ്റെ ഇലക്ട്രിക് ബ്രഷാണ്. സംഭവം അടിപൊളിയാട്ടോ. ഇതാണ് കേട്ടോ അഗാരോൻ്റെ കോസ്മിക് ഓസിലേറ്റിംഗ് ടൂത്ത് ബ്രഷ് ബ്ലാക്ക് കളറിൽ. ഇതിൻ്റെ സൂപ്പർ ഓസിലേറ്റിംഗ് ടെക്നോളജി ഉണ്ടല്ലോ. 10,800 സ്ട്രോക്സ് ഒരു മിനിറ്റിൽ വെക്കും. അതുകൊണ്ട് തന്നെ സാധാരണ ബ്രഷിനേക്കാളും നന്നായിട്ട് റിമൂവ് ആവട്ടോ പ്ലാഗൊക്കെ. പിന്നെ ഗം ഹെൽത്ത് ഇംപ്രൂവ് ആവാൻ സഹായിക്കട്ടോ. ഇത് വാട്ടർ പ്രൂഫും ആണ്, അതേപോലെ തന്നെ ഡ്യൂറബിൾ ആണ്. ഇതിലുള്ള IPX7 വാട്ടർ പ്രൂഫ് സേഫ് ആണ്. 2 മിനിറ്റ് ഓട്ടോ ടൈമർ ആയിട്ടാണ് വരുന്നത്. ഓരോന്നും 30 സെക്കൻഡ് ഇൻ്റർവെല്ലും ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോരോ ഭാഗങ്ങളായിട്ട് നന്നായി ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ വെറും 4 മണിക്കൂർ ചാർജ് ചെയ്യുകയാണെങ്കിൽ 21 ദിവസം വരെ ഇത് ഓടും കേട്ടോ. ഇതിൻ്റെ ബാറ്ററി കൂടുതൽ ദിവസം നിൽക്കണോണ്ട് തന്നെ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കൊണ്ടുപോകാൻ എളുപ്പം. ഇതിനൊരു USB-C ടൈപ്പ് ചാർജറും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ആർക്കെങ്കിലും നല്ല ഹെൽത്തിയർ ഗം അതല്ലെങ്കിൽ ഓറൽ ഹൈജീൻ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ആവശ്യമുള്ളവർക്ക് പറ്റിയിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. രാവിലെ പിന്നെ ഇപ്പോൾ ഒന്നും നോക്കാറില്ല, എന്ത് വന്നാലും ശരി ആ ഒരു ജിമ്മ് മുടക്കാറില്ല. ഇവർ രണ്ടുപേരും സ്കൂളിലോ ഓഫീസിലൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എൻ്റേതായ ഒരു മണിക്കൂർ ഞാൻ എന്തായാലും കണ്ടെത്തും. കാരണം ഈവനിങ് ആവട്ടെ എന്ന് വിചാരിച്ചാൽ പിന്നെ മിത്തുക്കുട്ടറെ ക്ലാസ്സും പിന്നെ അപ്പോഴേക്ക് രംശേട്ടൻ വരും. പിന്നെ ആകെ അത് നടക്കാറില്ല. ഈവനിങ് ആയിരുന്നു മുന്നേ ഞാൻ പോയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഫേവറേറ്റ് ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, അതൊക്കെ കേട്ടിട്ടാണ് ഇപ്പോൾ ജിമ്മ്. ഇപ്പോഴല്ല, എപ്പോഴും അങ്ങനെ തന്നെയാണ്. ആദ്യമൊക്കെ ഞാനിങ്ങനെ ഉറക്ക വെക്കാനൊക്കെ വിചാരിച്ചു. പക്ഷേ എപ്പോഴും ഇങ്ങനെ ആൾക്കാർ ഇടയിൽ വരുമ്പോൾ പ്രത്യേകിച്ചും ഞാൻ കേൾക്കുന്ന നല്ല മലയാളം നൊസ്റ്റാൾജിക് സോങ്സ് ആണ് കേട്ടോ. 80s 90s പാട്ടുകൾ കേട്ടാലാണ് എനിക്ക് ജിമ്മ് പോകുമ്പോൾ ഒരു പ്രത്യേക. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ നൊസ്റ്റാൾജിക്കായിട്ട് പല കാര്യങ്ങളൊക്കെ ആലോചിച്ച് അങ്ങനെ ജിമ്മ് പോകുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പോവാറ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ അപ്പോഴേക്കും ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലേഡീസൊക്കെ ഈ സമയത്താണല്ലോ അധികം വരിക. ഞാൻ വളരെ ലൈറ്റായിട്ടുള്ള വർക്കൗട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം എനിക്ക് ഞാൻ പറഞ്ഞ പോലെ തടി കൂടാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഇപ്പം ഞാൻ ചെയ്യുന്നുള്ളൂ. കുറയ്ക്കുക എന്നുള്ളതൊക്കെ ഞാൻ ഉപേക്ഷിച്ച കാര്യമാണ്. എന്നാലും ഒരു ഹാഫ് ആൻ അവർ ഒരു ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 1 അവറിന് മേലെ ചെയ്യൂട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അവക്കാഡോ, കാരണം ഇവർക്ക് ചപ്പാത്തിയും ഇതൊക്കെ തന്നെ രാവിലെ, അല്ലെങ്കിൽ ഓട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ്. അപ്പോൾ എനിക്കിന്ന് അത് കഴിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ ഞാൻ അവക്കാഡോ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ടാണ് കേട്ടോ. ഇന്ന് എന്താണെന്നറിയില്ല, അതാണെങ്കിൽ മുറിക്കാനും കിട്ടുന്നില്ല. അതൊരു പ്രത്യേക നാക്കുണ്ടല്ലോ, അപ്പോഴാണ് അത് കറക്റ്റായിട്ട് പുളിങ്ങി വരിക. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കുത്തി ഇളക്കുന്നതാണ്. ഒരു പ്രത്യേക ടേസ്റ്റ്. അതിൽ കുറച്ച് ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇട്ട് കുക്കുംബറും അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് ഇന്ന് കഴിക്കാൻ തോന്നുന്നു. ഓരോ ദിവസം ഓരോ പോലെ. ഇത് ബ്രെഡിൻ്റെ കൂടെ ഇങ്ങനെ ടോസ്റ്റ് ചെയ്ത് കഴിക്കാൻ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ്. ചില ആളുകൾക്കൊന്നും ഇത് ഇഷ്ടമല്ല. ഇതിൻ്റെ സ്മൂത്തിയും നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് എന്തോ ഈ ആൽമണ്ട് മിൽക്കൊന്നും എനിക്ക് രാവിലെ തന്നെ വയറിന് ഒരു പ്രശ്നം, മിൽക്ക് കുടിച്ച് സ്മൂത്തി ആണെങ്കിലൊക്കെ വയറിന് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്ന പോലെ. അപ്പോൾ ഞാൻ അതുകൊണ്ട് അധികം സാൻഡ്വിച്ചോ അല്ലെങ്കിൽ ഇഡ്ഡലിയോ ദോശയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ചപ്പാത്തി എനിക്ക് കഴിക്കാം, ഉച്ചയ്ക്കും ചപ്പാത്തി രാവിലെയും ചപ്പാത്തി. അപ്പോൾ ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു സാൻഡ്വിച്ച് ടോസ്റ്റ് ഉണ്ടാക്കുക. പിന്നെ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ക്ലീനിങ് ആണ് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ല, അച്ഛനമ്മയും പോയതിന് ശേഷം അതിന് മുന്നേ ഗീതു, ഞാൻ എല്ലാ ആഴ്ചയും അങ്ങനെ ക്ലീൻ ചെയ്യണം, ഓരോന്നോരോ പാർട്ടായിട്ട് ക്ലീൻ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഒരു മാസമായിട്ട് ഞാൻ കിച്ചൺ തൊടുകയേ ചെയ്യില്ല. പിന്നെ കുറേ പേരൊക്കെ ഉണ്ടായിരുന്ന കാരണം ഫുള്ള് ബേക്കറിയും സാധനങ്ങളും കച്ചറയൊക്കെ ആയിട്ട് അത് ഫുള്ളിങ്ങനെ മെസ്സായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാനുള്ള സമയം ഒരു ദിവസം എന്തായാലും ഉണ്ടാവില്ല. അപ്പം ഞാൻ ഓരോ പോർഷനായിട്ട് ക്ലീൻ ചെയ്യാനുള്ള പരിപാടിയാണ്. ഓരോ ദിവസം ഒരു സെക്ഷൻ എന്നുള്ള രീതിയിൽ ക്ലീൻ ചെയ്യുമ്പോഴാണ് എനിക്ക് എപ്പോഴും അത് പോസിബിൾ. അതൊരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഞാൻ അത് കറക്റ്റ് വെക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ക്ലീനിങ് പരിപാടി നിർത്തും. അപ്പോൾ ഇത് കണ്ടൊക്കെ ക്ലീൻ ചെയ്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം. പിന്നെ ഇതേ കുറേ പാത്രങ്ങളുണ്ട്, എടുക്കുക ഇടുക, അത് തന്നെയാണ്. ഇത് എൻ്റെ ഒരു ലൈഫ് സേവറാണ്. ഇതിനെപ്പറ്റി ഡിഷ് വാഷർ ഞാൻ എത്രയോ പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇല്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ചിന്തിച്ച് നോക്കുകയാണ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. എന്തായാലും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇടാം കേട്ടോ. പിന്നെ കുറേ ദിവസമായി പൂജ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് കേട്ടോ. ഞാനിങ്ങനെ എല്ലാ മാസവും അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ആ ഭാഗം ഫുള്ളിങ്ങനെ എടുത്ത് പൊടി ഉണ്ടാവും. മുംബൈയിൽ പൊടിക്ക് ഒരു കുറവില്ല കേട്ടോ. നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും പൊടി ഉണ്ടാവും. അപ്പോൾ ഭഗവാന്മാരെയൊക്കെ ഒന്ന് കുളിപ്പിക്കണ്ടേ. അപ്പോൾ അതൊക്കെ ചെയ്യാനുള്ള പരിപാടിയിലാണ് കേട്ടോ ഇന്ന് ആ ഒരു പോർഷനും കൂടെ. അത് ചെറിയ പോർഷനല്ലേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ ഒന്ന് വൃത്തിയാക്കാം, വിളക്കൊക്കെ നന്നായിട്ട് മൂറി വെക്കാം എന്നൊക്കെ വിചാരിച്ചു. ഞാൻ മുന്നത്തെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതിലിട്ടുണ്ടായിരുന്നില്ലേ, ആ വിളക്ക് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുക എന്നുള്ള ഒരു ഷോർട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തൊരു ഡീപ്പ് ക്ലീനിങ് പരിപാടിയാണ് ഇന്നത്തെ ഒരു പ്രൊഡക്റ്റീവ് ഡേ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ സമയം നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട്, ഏകദേശം 1 മണി 2 മണി. അങ്ങനെ ഇന്നത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതേ ഞാൻ കുളിച്ച് ഫ്രഷായി. ഇപ്പോൾ ഇനിയിപ്പോൾ മിത്തുക്കുട്ടീനെ എടുക്കാൻ പോകണം.
ഉച്ചയ്ക്കലത്തെ ഫുഡ് പിന്നെ സുഖമാണ്. ഞാൻ പറഞ്ഞില്ലേ, രാവിലെ ഉണ്ടാക്കുന്നത് എന്താണോ അതാണ് ഇപ്പോൾ കഴിക്കുക. അച്ഛനും അമ്മയുള്ള സമയത്ത് എങ്ങനെയായിരുന്നു വെച്ചാൽ ഉച്ചയ്ക്ക് ചോറും കൂട്ടാനും എന്തായാലും ഉച്ചയ്ക്ക് ചോറുണ്ടാവും. അപ്പോൾ പിന്നെ അത് വേറെ തന്നെ വെക്കുകയാണ് ചെയ്യാറ്. ഇനി ഞാൻ പണ്ടത്തെ അതേപോലെ തന്നെ, അതായത് മൺഡേ ടു ഫ്രൈഡേ ഇവരെന്താണോ കൊണ്ടുപോകുന്നത് അതിങ്ങനെ ഒന്നും കൂടെ ഒന്ന് പ്ലാൻ പ്ലാൻ ചെയ്തിട്ട് എന്തൊക്കെയാണ് കറക്റ്റ് എന്നുള്ളത് ഒന്ന് റെഡിയാക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പരിപാടിയിലാണ്. വേറെ ഒന്നുമല്ല, എന്നും മൺഡേ ടു ഫ്രൈഡേ നമ്മൾ ചിലപ്പോൾ കടല വെള്ളത്തിലിടാൻ മറക്കും, അത് മറക്കും. പിന്നെ രാവിലെ എന്ത് ചെയ്യുന്ന ആലേക്കും പിന്നെ ഒരു പുലാവ് തട്ടിക്കൂട്ടും. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വേണ്ട, എന്തായാലും കറക്റ്റ് മൺഡേ ടു ഫ്രൈഡേ എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ എനിക്കും കുറച്ച് സുഖമാണ്. ആഴ്ചയിൽ ഒരു ദിവസം പോയിട്ട് ആ സാധനങ്ങൾ മാത്രം വാങ്ങിയാൽ മതി. ഇതിപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ട്. അതൊന്നും ഇപ്പോൾ ചോറിന് മാത്രമേ കൂട്ടാൻ പറ്റുള്ളൂ. അത് സാറ്റർഡേ സൺഡേ മാത്രമേ ചോറ് വയ്ക്കുള്ളൂ. ബാക്കി ദിവസമൊക്കെ എഗ് ഫ്രൈഡ് റൈസ് അങ്ങനെയാണെങ്കിൽ മാത്രം കൊണ്ടുപോകും. പുലാവും കൊണ്ടുപോകും, പക്ഷെ വലിയ ഇഷ്ടമില്ല. ചപ്പാത്തിയും കറിയാണ് ഇവരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ആഴ്ചയിൽ 2 ദിവസം ചിക്കനോ, പിന്നെ ഒരു ദിവസം ഇന്നുണ്ടാക്കിയ പോലത്തെ കറി, ഒരു ദിവസം രാജ്മ, ആഴ്ചയിൽ 4 ദിവസമായി, പിന്നെ ഒരു ദിവസം മാത്രം എഗ് ഫ്രൈഡ് റൈസ്, അങ്ങനെ ഒരു പ്രോപ്പർ മീൽ പ്ലാൻ ചെയ്തിട്ട് അതിനനുസരിച്ച് വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കും കുറച്ചും കൂടെ നല്ലതാണ് പ്രോട്ടീൻ. മറ്റേത് ഇപ്പോൾ ഇന്ന് കടല ആയതുകൊണ്ട് ഓക്കെ, അതല്ലാത്ത വെറും പുലാവൊക്കെ ആകുമ്പോഴേ കുറേ റൈസ് വാരി തിന്നുന്നേ ഉള്ളൂ, അതിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷ് ഇല്ല. അപ്പോൾ സാറ്റർഡേ സൺഡേ ആണെങ്കിൽ എന്തായാലും ചിക്കനും മീനും ഉണ്ടാവും. അപ്പോൾ മൺഡേ ടു ഫ്രൈഡേ ഞാൻ അതിനനുസരിച്ച് ഒരു പ്രോപ്പർ മീല് പ്ലാൻ ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇവിടെ ഭയങ്കര കാറ്റ് കിട്ടും. അതങ്ങനെ ഉച്ചയായി കഴിഞ്ഞാൽ നല്ല വെയിലുണ്ട്. ഇപ്പോൾ മകരമാസമായപ്പോൾ ഈ വെയിലൊന്ന് കുറഞ്ഞു. ഈ ഡിസംബറിൽ ഏറ്റവും തണുപ്പുള്ള സമയമാണെങ്കിൽ പോലും ഇവിടുത്തെ വെയിൽ കാരണം റൂമൊക്കെ നല്ല ചൂടാവും. അപ്പോൾ ഇപ്പോൾ അതിങ്ങനെ മകരമാസം തുടങ്ങിയപ്പോഴേക്കും അതൊന്നിങ്ങനെ ചെറുതായിട്ട് ആ സൈഡിലേക്ക് പോയി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് മിത്തുക്കുട്ടിക്ക് ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. ഇന്ന് ഈവനിങ്ങിൽ. അപ്പോൾ 6 മണി മുതൽ ഒരു 9 മണി വരെയൊക്കെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടാവും. അപ്പം ഞാൻ മിത്തുക്കുട്ടീനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അടുത്ത് ഈ ഒരു വാളുണ്ടല്ലോ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത്, എന്ത് രസം അറിയോ, നല്ല ക്രിയേറ്റീവായിട്ടുള്ള ആളുകളെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കാണാനും നല്ല ഭംഗിയുണ്ട്. ആ ഒരു ക്രിയേറ്റിവിറ്റി നമുക്ക് കാണാം. അങ്ങനെ മിത്തുക്കുട്ടിയായി വന്ന അവൾക്ക് ഒന്നിനും സമയമില്ല. ഇന്ന് ഞാൻ പറയില്ലേ ബർത്ത്ഡേ പാർട്ടി ഉണ്ട് 6 മണിയാകുമ്പോഴേക്കും. അപ്പോൾ അതിനുള്ള ഒരു തയ്യാറെടുപ്പിൽ അവിടെ മേക്കപ്പ് ചെയ്തും കൊണ്ടിരിക്കുന്നുണ്ട്. കുറേ സമയം എടുക്കും. ഞാൻ മുന്നേ പറഞ്ഞ പോലെ എന്നെ പോലെ തന്നെയാണ്, കുറേ ടൈം എടുക്കും. എന്നാൽ കാര്യമായിട്ട് ഒന്നും ചെയ്യില്ല, മുടി അഴിച്ചിടാനാണ് ഇത്രയും സമയം എടുക്കുന്നത്. പിന്നെ നമുക്ക് ടീൻസ് പ്രായമായതുകൊണ്ട് വെറുതെ തല്ലുകൂടി നമ്മുടെ എനർജി വേസ്റ്റ് ആക്കുന്ന മാത്രം, വേറെ യാതൊരു ഉപയോഗം ഇതുകൊണ്ടില്ല. അപ്പം മിത്തുവിന് ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി കൊടുക്കും, ദോശയൊക്കെ ഇട്ട്. അപ്പോൾ കൊണ്ടുപോകുന്ന വഴിക്ക് ഇപ്പോൾ ഒരു ഗണപതിയുടെ സംഭവമുണ്ട്, എന്താണെന്നറിയില്ല കേട്ടോ. മിത്തുക്കുട്ടിയുടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് പോവാണ് കേട്ടോ. ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കണം. മിത്തുക്കുട്ടി മാത്രമേ പോകുള്ളൂ. രംശേട്ടൻ ഇപ്പോൾ ഓഫീസിൽ നിന്ന് ഇങ്ങനെ വരുന്ന വഴിയാണ്. അപ്പോൾ 6:15 ആയി. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് ഡ്രോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ഓട്ടോറിക്ഷയിലൊക്കെ പോയി മുടിയൊക്കെ നാശാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളിപ്പോൾ വരുന്ന വഴിക്ക് താഴെ ഇങ്ങനെ നിന്ന് ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഓഫീസിൽ നിന്ന് ഇങ്ങനെ കയറിയിട്ടില്ല, അതിന് മുന്നേ ഞങ്ങൾ പോവാണ്. ഇന്നെന്താണ് പാർട്ടി. ഇപ്പോൾ ഈ വർഷത്തെ പരിപാടികളൊക്കെ അവസാനിക്കാൻ തുടങ്ങി. അടുത്ത മാസമല്ല, ഇനി 2 ആഴ്ച പോലും ഇല്ല എക്സാമിന്. അപ്പോൾ അതാണ് മിത്തുവിൻ്റെ ഈ ഒരു ടോപ്പ് മിന്ത്രയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ, ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയിട്ട്. കുറേ ദിവസമായി പറയണം അങ്ങനത്തെ ഇതിലൊരു സിമ്പിൾ ടോപ്പ് വേണം എന്നുള്ള. അപ്പോൾ വിചാരിച്ചിരുന്ന ബർത്ത്ഡേ ആയപ്പോൾ അതന്നെ വാങ്ങാൻ നല്ല രസമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എല്ലാം ഞാനും വാങ്ങിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ മിത്തുക്കുട്ടിയുടെ ഡ്രസ്സ്. ഞാനിതിൻ്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ ഓട്ടപ്പാച്ചിലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ എന്താ, നമ്മൾ കിടന്നുറങ്ങാൻ പോവുകയാണ്. ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ വീക്കെൻഡ് ആയാലാണ് നമുക്ക് സിനിമ കാണാനും സംഭവങ്ങൾക്കൊക്കെ സമയം ഉണ്ടാവുള്ളൂ. കുറേ കാലമായി നമ്മൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു OTTയിൽ വന്ന സിനിമയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. ഇത്രയും ദിവസം ഇപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്ന തിരക്കായിരുന്നു. അത് കഴിയുമ്പോഴേക്കും മിത്തുവിൻ്റെ എക്സാംസും അതിൻ്റെ തിരക്ക്, ഈ ഓട്ടം ഇതൊക്കെ ആയ കാരണം ഒന്ന് ഇരുന്ന് മനസ്സമാധാനത്തോടു കൂടി ഒന്ന് ഇരുന്ന് സിനിമ കണ്ടിട്ട് കുറേ കാലമായി. അപ്പം ഇനിയിപ്പോൾ ഈ വീക്കെൻഡൊക്കെ ആകുമ്പോഴേക്കും ഏതെങ്കിലുമൊക്കെ സിനിമ വരുമോ എന്നൊന്ന് നോക്കണം. ദുരന്തർ വരുന്നുണ്ടെന്ന് തോന്നുന്നു OTTയിൽ. അത് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ല, അതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട്. അപ്പോൾ അത് എന്താ പറയുക OTTയിൽ വരുമ്പോൾ എന്തായാലും കാണാമെന്ന് വിചാരിക്കുന്നുണ്ട്. വേറെ ഏതൊക്കെയോ സിനിമകൾ, എക്കോ ഞാൻ OTTയിൽ വന്നിട്ട് കണ്ടു, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വേറെയും പിന്നെ ഫാർമ എന്ന് പറഞ്ഞാൽ നിവിൻ പോളിയുടെ സീരീസ് ഉണ്ട്, അത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ, അത് അടിപൊളിയാണ്. ഇപ്പോൾ കുറേ ദിവസമായില്ലേ നമ്മൾ അങ്ങനത്തെ അപ്ഡേറ്റ്സ് ഒക്കെ തന്നിട്ട്. പിന്നെ ഏതൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും ഓർമ്മയില്ല. മിത്തുക്കുട്ടിയോട് ചോദിച്ചിട്ട് വേണം ഓരോന്നും ചെയ്യാൻ. അതൊക്കെ ഏതിലാണ്, ആമസോണിലാണോ, നെറ്റ്ഫ്ലിക്സിലാണോ, ഹോട്ട്സ്റ്റാറിലാണോ ഒന്നും അറിയില്ല കേട്ടോ. തൽക്കാലം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബൈ.